നമസ്കാരം. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. മൂലധനത്തിനും വരുമാനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ ഒരംഗം മാത്രമുള്ള കമ്പനി ഇന്ത്യയിൽ രൂപീകരിക്കാം എന്നുള്ളതാണ് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്ക് ഗുണകരമായ പ്രഖ്യാപനം. അതേസമയം ഇരട്ട നികുതി ഒഴിവാക്കിയത് ഫലത്തിൽ ഗൾഫിലുള്ള പ്രവാസികളെ ബാധിക്കില്ല എന്നാണ് ഒരു വിഭാഗം പ്രവാസികളുടെ നിരീക്ഷണം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ വളരെ കുറവാണെന്നാണ് പ്രവാസ ലോകം വിലയിരുത്തുന്നത്. ഇന്ത്യൻ ബിസിനസ് രംഗത്ത് പ്രവാസികളായ സംരംഭകർക്ക് ഒരംഗം മാത്രമുള്ള കമ്പനി ആരംഭിക്കാനാകുമെന്ന് കേന്ദ്ര ബജറ്റിൽ പറയുന്നുണ്ട്. പ്രവാസികൾക്ക് വൺ പേഴ്സൺ കമ്പനി ആരംഭിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഭാവിയിൽ ഏത് രീതിയിലേക്കും ഇത്തരം കമ്പനിയെ മാറ്റാൻ കഴിയുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. അങ്ങനെ ആരംഭിക്കുന്നവർക്ക് അവരുടെ മൂലധനത്തിലും അതുപോലെ തന്നെ റവന്യൂവിലും വരുമാനത്തിലും ചില നിയന്ത്രണങ്ങൾ ഇല്ലാതെ തന്നെ അവർക്ക് കമ്പനി തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 120 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ തങ്ങിയാൽ പ്രവാസിക്ക് NRI സ്റ്റേറ്റസ് നഷ്ടമാകുമെന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനത്തിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രവാസ ലോകം പ്രതീക്ഷിച്ചിരുന്നു. ഇരട്ട നികുതി ഒഴിവാക്കിയത് ഗൾഫിലുള്ള പ്രവാസികൾക്ക് ഗുണകരമാകില്ല. വർഷങ്ങൾക്ക് മുൻപേ ഇരട്ട നികുതി ഒഴിവാക്കുന്ന കരാറിൽ ഇന്ത്യയും UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട്, ദുബായ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം മനു പാലരിച്ചാൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് CE ദുബായ്, അബ്ദുൾ റൌഫ് കൊണ്ടോട്ടി ഖത്തർ, സാമ്പത്തിക വിദഗ്ധൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എഡിറ്റോറിയൽ ഡയറക്ടർ ഖലീജ് ടൈംസ്, ഒപ്പം തന്നെ ബാലസുബ്രഹ്മണ്യം ബഹ്റൈൻ എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ഈ 1% കമ്പനി ദീർഘകാലമായുള്ള ആവശ്യമാണോ? എന്ത് തരത്തിലാണ് അത് പ്രവാസി മലയാളികൾക്ക് ഗുണകരമാവുക? ഈ 1% കമ്പനി എന്നുള്ളതൊരു കൺസെപ്റ്റ് നമുക്ക് വലിയതായിട്ട് പരിചയമില്ലെങ്കിൽ തന്നെയും സിംഗപ്പൂരിലും USA വളരെ അതിന് വളരെ പോപ്പുലാരിറ്റി ഉള്ളതാണ്. അപ്പൊ ഇതുവരെ പ്രവാസികളെ സംബന്ധിച്ചോളം ഈ OPC-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. NRI സ്റ്റേറ്റസിൽ ഉള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ പോയി OPC തുടങ്ങാനൊക്കെ ഇല്ലായിരുന്നു. OPC മൂലം ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അതിന് സാധാരണ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികളെക്കാളൊക്കെ വളരെ കൂടുതൽ കംപ്ലയൻസോ അത്രയും കംപ്ലയൻസ് ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിന് വേണ്ടത് 50 ലക്ഷം ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലും പിന്നെ 2 കോടിയിൽ കൂടുതൽ ഒരു വർഷം വരുമാനം വരാനും പാടില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നിയമങ്ങൾ. ഇന്ന് ആ നിബന്ധനകൾ മാറ്റി ഇനിയിപ്പം 50 ലക്ഷത്തിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയാലും 2 കോടിയിൽ കൂടുതൽ വാർഷിക റവന്യൂ ഉണ്ടായാൽ തന്നെയും അതിന്റെ ആ സ്റ്റേറ്റസ് മാറത്തില്ല. പ്രവാസികളെ സംബന്ധിച്ചോളം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത് തുടങ്ങാൻ ഒക്കും. കാരണം NRI സ്റ്റേറ്റസ് നേരത്തെ ആണെങ്കിൽ പറ്റത്തില്ലായിരുന്നു. ഇന്ന് ഇപ്പോൾ പുതിയ നിയമം മൂലം ഇവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ, ഇവിടെ ജീവിച്ചുകൊണ്ട് തന്നെ നാട്ടിലേക്കുള്ള അവരുടെ റിട്ടയർമെന്റ് ഏജിലേക്ക് അല്ലെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ റീഹാബിലിറ്റേഷന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ അവിടെ ഇങ്ങനെയുള്ള 1% കമ്പനി സെറ്റപ്പ് ചെയ്യാനും പിന്നെ വേറെ കൂടുതൽ ലയബിലിറ്റി ഇല്ല കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നിയമം മൂലം വളരെ പ്രധാനപ്പെട്ട കാര്യം. ശ്രീ മനു പാലരിച്ചാൽ, ഇപ്പോൾ ഐസക് ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാനും അത് പിൽക്കാലത്ത് ഒരുപക്ഷെ നിക്ഷേപം നമുക്ക് ആ നിലയിൽ സാധ്യമാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെങ്കിൽ ഇതാ ഇപ്പോൾ അങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. താങ്കളുടെ ഭാഷ്യം എങ്ങനെയായിരിക്കും അതിന്? ഇത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം NRIസിന് എപ്പോഴും ഫേസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുമ്പോഴുണ്ടാവുന്ന ഒരു പാർട്ണർഷിപ്പ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുടെ പേരിൽ ബിസിനസ് തുടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ഡയറക്റ്റ് ഈ NRIക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ, അതായത് ഈ ഒരു 2021 ഫിനാൻസ് ബില്ലിലൂടെ NRIക്കുള്ള എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മൂവ്. പക്ഷെ അതേസമയം നമ്മൾ മൊത്തം അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് ഈ ഒരു ബില്ലിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഏരിയയിലേക്ക് ഈ റിട്ടയർമെന്റ് ഫണ്ടുകളിൽ ഇരട്ട നികുതി ഒഴിവാക്കുന്നത് ഗുണകരമാകില്ല എന്ന വിലയിരുത്തലുണ്ടോ? അത് പ്രത്യേകിച്ച് നാം സംസാരിക്കുന്നത് ഇപ്പോൾ ഗൾഫ് മേഖലയുടെ ആംഗിളിൽ നിന്നാണെങ്കിൽ
ഇത് ഈ ഒരു ഡബിൾ ടാക്സ് അവോയ്ഡൻസ് എഗ്രിമെന്റ് ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പല കൺട്രികളുമായിട്ട് UAE പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം റിട്ടയർമെന്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന എൻഡ് ടെർമിനൽ ബെനിഫിറ്റ്സിൽ ഉള്ള, അതായത് റിട്ടയർമെന്റിലുള്ള ബെനിഫിറ്റ് ടാക്സ് ട്രീറ്റ്മെന്റ് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇന്ത്യ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അത് അക്രൂവൽ ബേസിസിലും, ഓവർസീസിൽ അതിനെ എൻകാഷ്മെന്റ് എപ്പോഴാണ് റിസീവ് ചെയ്യുന്നത് അപ്പോഴുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ടാക്സ് വരുന്നുണ്ടായിരുന്നു. അത് അവോയ്ഡ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്, അത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ബെനിഫിറ്റും ഇല്ല. കാരണം UAE പോലുള്ള അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എൻഡ് ടെർമിനൽ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പീരീഡ് കഴിഞ്ഞാൽ അവിടെ ഒരു സാലറിക്ക് ഇക്വലന്റ് ആയിട്ട് സാലറിയുടെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഒന്നിച്ചു കൊടുക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ ഇന്ത്യയിലേക്ക് ഒരു പ്രവാസി മാറിക്കഴിഞ്ഞിട്ട് ഫോറിൻ കൺട്രിയിൽ ഒരു റിട്ടയർമെന്റ് സ്കീം വളരെ പ്രാബല്യത്തിലൊന്നുമില്ല, വളരെ ലിമിറ്റഡേ ഉള്ളൂ. ഒരു സാധാരണ NRIയുടെ ആംഗിളിൽ അതൊരു ലേബർ കാറ്റഗറി അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റെലവന്റ് ആയ ഒരു പ്രൊവിഷനേ അല്ല. മാത്രമല്ല റെഡി, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ ബാലസുബ്രഹ്മണ്യം, ഇങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്? ആക്ച്വലി ഞാൻ സംസാരിക്കുന്നത് ബഹ്റൈനിൽ നിന്നാണ്. അതെ. With regard to Bahrain, just for the information of the viewers, there is no DTA, there is no double taxation treaty agreement with India. Okay. So we are trying to get it done because in the entire MENA region, only Bahrain does not have the double taxation treaty agreement with India. Okay. അത് ഒരു ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഗുണകരമാണ്, ബഹ്റൈനികൾക്ക് ഗുണകരമാണ്. അല്ല, അങ്ങനെ ഗുണകരം ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ആസ് മൈ പ്രീവിയസ് പാനലിസ്റ്റ് മെൻഷൻഡ്, ദിസ് ഈസ് ഓൺലി വാട്ട് ദേ ഹാവ് മെൻഷൻഡ് ഇൻ ദിസ് ബഡ്ജറ്റ് ഈസ് ദാറ്റ് ദേ വിൽ മേക്ക് ഈ ഡബിൾ ടാക്സേഷൻ ട്രീറ്റി വിത്ത് റിഗാർഡ് ടു അക്രൂഡ് ഇൻകം വിൽ ബി മെയ്ഡ് ഈസി. അന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ദ ഓൺലി തിങ് ദാറ്റ് ദേ ഹാവ് മെൻഷൻഡ് ഈസ് ദാറ്റ് the NRIs are facing certain difficulty with regard to their accrual, which purportedly is the the indemnity. Because ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ ഇവിടെ ഒരാള് 10 വർഷമോ 15 വർഷമോ ഒരു വലിയ പൊസിഷൻ ഉണ്ടാകില്ലേ, ഈ ഗെറ്റ്സ് എ ടെർമിനൽ ബെനിഫിറ്റ്. അപ്പൊ അത് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുപോയാൽ ഇറ്റ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ഇൻ ഇന്ത്യ, therefore it is subject to tax. So അത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ് ടു എ റെസിഡന്റ് ഇൻ ബഹ്റൈൻ. ഞാൻ ബഹ്റൈൻ NRI സംബന്ധിച്ചോളം സംസാരിക്കുകയാണ്. ഇപ്പോ വിത്ത് റിഗാർഡ് ടു NRIs, ഇപ്പൊ എന്റെ കണക്ക് കൂട്ടലില് 2-3 വിഷയങ്ങളുണ്ട് വിച്ച് ഈസ് ബെനിഫിഷ്യൽ ടു ദ NRI. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇൻഷുറൻസില് ദേ ആർ ഗോയിങ് ടു ഇൻക്രീസ് ദ ലിമിറ്റ് ഓഫ് FDI ഫ്രം 49% to 74%. ഇപ്പൊ ഇതില് NRIസിനെ ഇൻവെസ്റ്റ് ചെയ്യാം, എക്സെട്ര ഇസ് ദെയർ. Not only that, ഇപ്പോ കണ്ടമാനം ഇൻഷുറൻസ് കമ്പനിയിൽ ഇഫ് യു ഒബ്സർവ്, എല്ലാ GCC കൺട്രിയിലും വലിയ പൊസിഷനിൽ, ടെക്നിക്കൽ, ഫൈനാൻഷ്യൽ, ഈ പൊസിഷനിൽ ഇന്ത്യൻസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഇൻക്രീസ് ഇൻ FDI ഫോർ ഇൻഷുറൻസ് കമ്പനീസ്, അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ, that the management and the directors shall be Indians or of Indian origin. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ that will be beneficial to somebody who is an NRI and he can be appointed as a director in the insurance company because foreign investment വന്നാല്. With regard to എന്താ പറയുക NRI, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്താ പറയുക, നിങ്ങളുടെ റിപ്പോർട്ടർ ഫസ്റ്റ് പറഞ്ഞ പോലെ റെസിഡൻസ് വാസ് കൺസിഡേർഡ് ടു ബി 182 days. ആ 182 days 120 days ആക്കി മാറ്റി. അപ്പോ if anybody who lives in India, or NRI lives in India for more than 119 days, his income, local income, which accrues in India exceeds 15 lakhs, he becomes subject to that tax. Appo ഞങ്ങള് കുറെ അസോസിയേഷൻസ് ഇവിടെ ഫ്രം ദുബായ്, ഫ്രം ഹിയർ ആൻഡ് ഫ്രം അതർ ഗൾഫ് കൺട്രീസ്, വി മെയ്ഡ് റെപ്രസെന്റേഷൻ ടു ദ ഫൈനാൻസ് മിനിസ്ട്രി ടു റീകൺസിഡർ ദിസ്. എന്തെന്ന് പറഞ്ഞാല്, suppose NRI goes and invests in India, automatically the income in India will be more than 15 lakhs. So it is actually counterproductive to have
reduced the number of days to 120 days. അപ്പൊ അതൊരു ഒരു പ്രതീക്ഷയായിരുന്നു, because so many representations have gone from here to the finance minister. അപ്പൊ അതൊരു പ്രതീക്ഷയിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ വിത്ത് റിഗാർഡ് ടു NRIs. ഓക്കെ, വളരെ വ്യക്തമായി തന്നെയാണ് താങ്കൾ അത് വിശദീകരിച്ചത്. ഇവിടെ ശ്രീ അബ്ദുൾ റൌഫ് കൊണ്ടോട്ടി, ഈ സ്വർണത്തിൻ്റെ തീരുവ കുറച്ചിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് പ്രവാസികളെ ബാധിക്കുക? പ്രവാസികൾ സ്വർണം വാങ്ങുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആദ്യം ഈ സ്വർണത്തിൻ്റെ തീരുവ കുറയ്ക്കുന്നത് എങ്ങനെയാണ് ഗൾഫ് ബിസിനസ്സിനെ, ഗൾഫിലെ വ്യവസായികളെ ഗുണകരമായി ബാധിക്കുക? ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്വർണത്തിന്റെ തീരുവയെ കുറിച്ചിട്ടുള്ളതാണ്. സ്വർണത്തിന്റെ തീരുവ കുറച്ചു എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചർച്ചയിലേക്ക് വരേണ്ടത്. ഇവിടെ വരുന്നതും വ്യവസായികളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ. ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു മാറ്റമൊക്കെ ആ കാര്യത്തിൽ ഉണ്ടാവുമെന്നല്ലാതെ വലിയൊരു പ്രതീക്ഷകളൊന്നും ഞാൻ ആ കാര്യത്തിൽ കാണുന്നില്ല. ഇവിടെ സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ പലതും, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ കാലത്ത് സെൻട്രൽ ഗവൺമെന്റിന് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം ഇവിടെ നേരത്തെ എൻ്റെ മുന്നേ പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞ കാര്യത്തിൽ അത് മാത്രവുമല്ല, ഇപ്പോൾ റെസിഡൻസ് സ്റ്റാറ്റസ് 120 ഡേയ്സ് ആക്കിയതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നത് മാത്രവുമല്ല, ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ KYC നോംസ്. നേരത്തെ KYC നോംസ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഏതെങ്കിലും ഡീറ്റെയിൽസ് മതിയായിരുന്നു KYC ആയിട്ട് കൊടുക്കാൻ. ഇപ്പം അത് പോരാ, ഇലക്ട്രിസിറ്റി ബില്ല് വേണമെന്നുള്ളൊരു പുതിയ ഒരു നിയമം വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒന്നും തന്നെ നാട്ടിൽ ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു വലിയ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ നോംസുകളൊക്കെ തന്നെ അത് വലിയ പ്രയാസങ്ങളിലേക്ക് സൃഷ്ടിക്കുന്നതാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച റെസിഡൻസ് സ്റ്റാറ്റസിന്റെ കാര്യത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കുടുങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 120 ഡേയ്സിൽ കൂടുതൽ അവിടെ നിൽക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം വർക്ക് അറ്റ് ഹോം നാട്ടില് പിന്നെ നിന്നുകൊണ്ട് ഇവിടെയുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ അതിനും അവർ ടാക്സബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, വലിയൊരു സെക്ടർ ഇപ്പൊ എല്ലാ കാര്യത്തിലും നാട്ടിലുള്ള എക്സ്പോർട്ട് നടത്തുന്ന ആളുകൾക്കും മറ്റുള്ള കാര്യങ്ങളിലും FTA-ക്കും ഒക്കെ വാരിക്കോരി കൊടുക്കുന്ന സമയത്ത് 83 ബില്യൺ US$ പെർ ഇയർ നാട്ടിലേക്ക് കൊടുക്കുന്ന അതിന്റെ 55% ഗൾഫിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലുള്ള വലിയൊരു ഡിസ്പാരിറ്റീസ് ആയിട്ട് ഞാൻ കാണുന്നത്. മാത്രവുമല്ല, മൈഗ്രൻസ് ആയിട്ടുള്ള നാട്ടിലുള്ള മൈഗ്രൻസ്, അതായത് ഇന്റേണൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാനും അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി അടക്കമുള്ള പലതും കൊണ്ടുവന്നെങ്കിലും ഒന്നും തന്നെ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ കുറിച്ച് ഈ ബജറ്റ് എന്ന് മാത്രമല്ല ഇതിന്റെ മുമ്പുള്ള ഗവൺമെന്റുകളിലെ ബജറ്റുകളിൽ ഒന്നും തന്നെ അവിടെ ഒന്നും യാതൊരുവിധ പരാമർശങ്ങളും ഇല്ലാത്ത ഒരു രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസം തന്നെ സൃഷ്ടിക്കുന്ന. ശരി, ദയവായി തുടരുക താങ്കൾ ശ്രീ അബ്ദുൾ റൌഫ് കൊണ്ടോട്ടി. ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ഈ സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം 12.5 നിന്ന് 7.5 കുറച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കുറയ്ക്കുക എന്നുള്ളതാണ്. 1 കിലോ സ്വർണ്ണക്കട്ടിക്ക് നികുതി അടക്കം 50 ലക്ഷം രൂപ, അതിൽ കള്ളക്കടത്ത് നടത്തുന്നവർക്ക് 7 ലക്ഷം രൂപ വരെ മാർജിൻ ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് വൻതോതിൽ ഏതാണ്ട് ക്വിൻ്റൽ കണക്കിന് സ്വർണം ഇപ്പോൾ രാജ്യത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. നിലവിലെ ഈ ഒരു മാറ്റത്തിലൂടെ അക്കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുമെന്ന് കരുതാമോ? തീർച്ചയായിട്ടും. കാരണം അതിന്റെ ഇൻസെന്റീവ് കുറയുമല്ലോ. കാരണം സ്വർണം കടത്തിക്കൊണ്ട് ആ റിസ്ക് എടുക്കുമ്പോൾ അതിന് അത്രമാത്രം റിസ്ക് എടുക്കുമ്പോൾ അത്രമാത്രം ഇൻസെന്റീവ്സ് ഇല്ലെങ്കിൽ പലരും അത് മടിക്കും. അത് തീർച്ചയായിട്ടും അതിന്റെ ടാക്സ് കുറച്ചത്, കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചത് തീർച്ചയായിട്ടും അതിനെ നിരുത്സാഹപ്പെടുത്തും. മാത്രമല്ല, ഇവിടെയുള്ള നേരത്തെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള പിന്നെ ഇന്ത്യയിലുള്ള കച്ചവടം കുറച്ച് കൂടാനും സഹായിക്കും. ഇന്ത്യയിലുള്ള സ്വർണ്ണ വ്യാപാരികളുടെ റീറ്റെയിൽ രംഗത്ത് ഒരു വലിയൊരു ബൂം ഉണ്ടാക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഇവിടുന്ന് പണ്ട് ആഭരണം മേടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കുറച്ച് ലാഭം ഉണ്ടായിരുന്നു, ആഭരണമായിട്ട് കൊണ്ടുവരായിരുന്നല്ലോ, കുറച്ചൊക്കെ കൊണ്ടുവരായിരുന്നല്ലോ. അപ്പം ഇവിടെയുള്ള സ്വർണ്ണ ബിസിനസ്സുകാർക്ക് സംബന്ധിച്ചോളം, ജ്വല്ലറിയെ സംബന്ധിച്ചോളം ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആഘാതം ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെയും ഇന്ത്യയിലെ ജ്വല്ലറി ഗ്രൂപ്പിന്, ജ്വല്ലറി ഔട്ട്ലെറ്റ്സിന് അതൊരു നേട്ടം തന്നെയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ
ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് NRIസിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു എല്ലാ ബഡ്ജറ്റുകളും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വർഷം മാത്രമാണ് അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെയുള്ള, ഞാൻ ഇന്ന് ഒരു 10-50ഓളം പ്രൊമനന്റ് ആയിട്ടുള്ള NRIസിന്റെ കോമന്റ്സ് എടുക്കേണ്ടി വന്നു നമുക്ക് ക്രൈസ്റ്റ് ടൈംസിലേക്ക് വേണ്ടി. അതിലുള്ള എല്ലാ ആൾക്കാരെ ഒരേപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ട് ഒത്തരം നാൾക്ക് ശേഷമാണ് ഇങ്ങനെ NRIസിന്റെ പേരെങ്കിലും മെൻഷൻ ചെയ്ത ഒരു ബഡ്ജറ്റ്. അതിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചുകൂടാ, അത് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ തന്നെ NRIസിനെ അഫക്ട് ചെയ്യാൻ പോകുന്നത് 75 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് ടാക്സ് റിട്ടേൺസ് കൊടുക്കണ്ട എന്നുള്ളത് അത് വലിയൊരു സംഭവമാണ്. കാരണം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. NRIs ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത് ബാങ്ക് ഡിഡക്ട് ചെയ്യും. ഫയൽ ചെയ്യണ്ട. അപ്പൊ അത് വലിയ നേട്ടമാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാർ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ബാങ്ക് ഡിപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ടും ബാക്കിയുള്ള അവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഇത്രയും വലിയൊരു എപ്പോഴും ഈ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ ഒഴിവാക്കുന്ന വലിയൊരു ആശ്വാസം കൊടുക്കുന്ന കാര്യത്തിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ റെസിഡൻസി 182-ൽ നിന്ന് 120 ആയി കുറച്ചത് നേരത്തെ ഇവിടെ ആരാ പറഞ്ഞത്? ബാലസുബ്രഹ്മണ്യനാണോ പറഞ്ഞത്? നേരത്തെ പറഞ്ഞതാണ് ശരി. അത് NRIസിനെ സംബന്ധിച്ചോളം അത് വളരെ നിരാശകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അവിടെ അകപ്പെട്ടു പോയിട്ടുണ്ട്. 182 ദിവസമായിരുന്നു ഇതുവരെ അനുവദിച്ചു കിട്ടിയിരുന്നത്. അവിടെ നിന്നാലും കുഴപ്പമില്ലായിരുന്നു. അതിൽ കൂടുകയാണെങ്കിൽ മാത്രമേ ഉള്ള NRI സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നത്. ഇന്നത് ആ വിൻഡോ വളരെ കുറച്ച് 120 ആക്കി കുറച്ചപ്പോഴത്തേക്ക് ഒരു 3 മാസം 4 മാസം അടുപ്പിച്ച് നാട്ടിൽ, അല്ലെങ്കിൽ ഒരു വർഷം ഒരു 4 മാസത്തിൽ കൂടെ പല പ്രാവശ്യമായിട്ട് പോയി നിന്നാൽ തന്നെ ആ സ്റ്റേറ്റസ് പോവുകയാണ്. അത് ഈ NRIസിന് കിട്ടിയ ഒരു വലിയൊരു സെറ്റ് ബാക്ക് ആയി പോയി. NRIസിനെ സംബന്ധിച്ചോളം അവരെ സംബന്ധിച്ചോളം അത് വലിയൊരു പരാജയമായി പോയി. അതിനുവേണ്ടി പല രീതിയിലുള്ള അപ്പീൽ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിൽ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. പക്ഷെ അതിനൊന്നും ഫലപ്രാപ്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും ഇനി NRIസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. കാരണം അത് കേന്ദ്ര ഗവൺമെന്റിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എങ്ങനെയെങ്കിലും പഴയ സ്റ്റാറ്റസ് എങ്കിലും റിസ്റ്റോർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ പൊതുവെ ഈ ബഡ്ജറ്റിനെ പിന്നെ NRIസിന്റെ ആംഗിളിൽ ഇവിടെ ഞാൻ ഇന്ന് സംസാരിച്ച 10-50ഓളം ആൾക്കാർ വളരെ സ്വാഗതം ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഒരുപക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവഗണിക്കപ്പെട്ടിട്ട് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള സന്തോഷം കൊണ്ടായിരിക്കാം. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ OPCയും പിന്നെ അതുപോലെ തന്നെ ഈ ഡെബിറ്റ് ടാക്സേഷൻ UAE സംബന്ധിച്ചോളം പ്രയോജനമില്ല. കാരണം 1993 UAE ഇന്ത്യയും തമ്മിൽ ഡെബിറ്റ് ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹ്റിനിൽ അതില്ലെന്ന് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കിയുള്ള മിക്കുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള NRIസിനെ സംബന്ധിച്ചോളം ഇതുകൊണ്ട് വലിയ മെച്ചമില്ല. പക്ഷേ USA-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള NRIs അതിനെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു ആശ്വാസമായിരിക്കും. ശരി. മനു പാലരിച്ചാൽ, ഈ പ്രവാസികളുടെ നികുതി ഓഡിറ്റ് പരിധി 5 കോടിയിൽ നിന്ന് 10 കോടിയാക്കിയത് ഏത് തരത്തിൽ ഗുണം ചെയ്യും? അത് പ്രവാസികളുടെ മാത്രമല്ല, അത് നാട്ടിലുള്ള ഇൻകം ടാക്സ് പേ ചെയ്യുന്നവരുടെ ഓഡിറ്റ് ആണ്. കാര്യത്തിൽ തീർച്ചയായിട്ടും അത് ബിസിനസ് സമൂഹം അതിനെ വളരെ അശാഭാവമായിട്ട് തന്നെയാണ് കാണുന്നുള്ളത്. കാരണം ആ ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പല ബിസിനസ്സുകാരും അതിനകത്ത് വരില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതേസമയം അത് കൺസൾട്ടൻസി ഏരിയയിൽ ചിലപ്പോൾ ഒരു ചലഞ്ച് ആയിരിക്കാം. നേരത്തെ ശ്രീ നികേഷ് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ കാണുന്നത് പ്രവാസികൾക്ക് 3 കാര്യങ്ങൾ 1, 2, 3 അങ്ങനെ പോയിന്റ് ചെയ്തിട്ട് 3 കാര്യങ്ങളാണ് ഗുണകരമായിട്ടുള്ളത് ഈ ബജറ്റിൽ. ഒന്ന് 1% കമ്പനി എന്നുള്ള കൺസെപ്റ്റ്. പിന്നെ രണ്ടാമത്തത് നമുക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ്. അത് ഗൾഫ് മേഖലയിൽ വളരെ ഗുണകരമൊന്നുമല്ല. കാരണം ഗൾഫ് മേഖലയിൽ അങ്ങനെയുള്ള ഒരു പെൻഷൻ സ്കീം പൊതുവേ ഇല്ല. പക്ഷെ ആ മെച്ചം ഉണ്ടാവുന്നത് ശ്രീ ഐസക് ജോൺ സൂചിപ്പിച്ച പോലെ US-ലും UK-ലൊക്കെയുള്ള റിട്ടയർ ചെയ്ത് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്ത് ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കുന്നവർക്ക് UK-യിലോ US-ലോ പോലുള്ള കൺട്രിയിൽ റവന്യൂ വരുമ്പോൾ അത് 2% ടാക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ടാക്സേഷൻ എക്സംഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യമാണ്. അതായത് ഡിവിഡന്റ് ടാക്സിന് വിത്ത്ഹോൾഡിംഗ് ടാക്സ്, ഡിവിഡന്റിന് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ഇല്ല. ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ടാക്സ് ഹോൾഡ് ചെയ്യില്ല. ആ റീറ്റെയിൽ സെക്ടർ, അതായത് നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽ പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു തക്കോടും. പക്ഷേ ഇതിലുള്ള ലിമിറ്റേഷൻസ്, നമ്മൾക്കുള്ള പ്രതിബന്ധങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ അബ്ദുൾ റൌഫ് പറഞ്ഞ പോലെ
ഇപ്പോഴേ ഈ ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒരു പ്രവാസി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഫോറിനുള്ള റെസിഡൻഷ്യൽ അഡ്രസ് പ്രൂഫ് ആയിട്ട് കൊടുക്കണം. ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലേബറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലോ ഇൻകം ഉള്ളവരോ ഏതെങ്കിലും ഒരു ഷെയറിംഗ് അക്കോമഡേഷനോ അല്ലെങ്കിൽ കമ്പനിയുടെ അക്കോമഡേഷനിലോ താമസിക്കുമ്പോഴേ അവർക്ക് ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടാവില്ല. അഡ്രസ് പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ബിൽ, ടെലിഫോൺ ബിൽ അഡ്രസ്, ലാൻഡ് ലൈൻ ബിൽ അഡ്രസ്, അല്ലെങ്കിൽ വാട്ടർ ബിൽ, ഇതുപോലുള്ള സംഭവങ്ങൾ അവർക്ക് കൊടുക്കാനില്ല. അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി അത് ഈ ഒരു ബജറ്റിൽ അത് നീക്കം ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നതായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അത് മാറിയില്ല. അത് വലിയൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നുള്ളത് ഒരു സ്പെസിഫിക് പാക്കേജ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. NRIസിന് ഒരു സ്പെസിഫിക് പാക്കേജ് ഇപ്പോഴും എല്ലാ വർഷത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. എക്സ്പാട്രിയേറ്റ് റിട്ടയർമെന്റ് ചെയ്ത് വരുമ്പോഴുണ്ടാവുന്ന എന്തെങ്കിലും ഒരു പാക്കേജ്, അതില്ല. അതിനോടൊപ്പം തന്നെ ഇല്ലാത്ത മറ്റൊന്ന് ഇപ്പൊ സംസാരിച്ചത് തന്നെ 182 ഡേയ്സ് 120 ഡേയ്സ് ആയിരുന്നപ്പോഴേ കോവിഡ് സിറ്റുവേഷനിൽ കൂടുതൽ ഡേയ്സ് ഇന്ത്യയിൽ തങ്ങേണ്ടി വരുമ്പോഴേ അവിടെ ഒരു സ്പെഷ്യൽ നോട്ടീസ് എങ്കിലും ഇറക്കുമെന്നുള്ള പ്രതീക്ഷിച്ചിരുന്നു. 2019-20 കാലയളവിൽ നമ്മൾക്ക് ലോക്ക്ഡൌൺ ഉണ്ടാകുന്നത് മാർച്ച് 21 മുതലോ 31 വരെയായിരുന്നു. അവിടെ NRI സ്റ്റാറ്റസ് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു. ആ പീരീഡിൽ ഇന്ന് താമസിക്കുന്നത് ഈ 182 ഡേയ്സിലോ അല്ലെങ്കിൽ 120 ഡേയ്സിലോ പെടില്ലായിരുന്നു. പക്ഷേ 2020-21 കാലയളവിൽ വളരെയധികം പീരീഡിൽ ലോക്ക്ഡൌണോ അല്ലെങ്കിൽ ട്രാവലിംഗ് ഡിഫിക്കൽട്ടീസോ ഉള്ളതാണ്. ഇപ്പോൾ ട്രാവലിംഗ് ഡിഫിക്കൽട്ടീസ് UK പോലുള്ള രാജ്യങ്ങളിലേക്കുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവാസികൾ ഇന്ത്യയിൽ തന്നെ പല 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 മാസങ്ങളായി തങ്ങി വന്നിട്ടുണ്ട്. അവർക്ക് ആ പീരീഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, നോൺ റെസിഡന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കിട്ടാതിരിക്കുന്നതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതും റിമൂവ് ആയില്ല. അങ്ങനെ വരികയാണെങ്കിൽ അവർ 120 ഡേയ്സ് സ്റ്റേ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു 15 ലക്ഷം ഇന്ത്യയിൽ വരുമാനമുണ്ടെങ്കിൽ അവർ റെസിഡന്റ് ആവുകയും അവരുടെ ഗ്ലോബലുള്ള ഇൻകം ഇന്ത്യയിൽ ടാക്സ് ആവുകയും ചെയ്യും. അത് വളരെ വലിയ ഒരു അടി തന്നെയാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം. ഇതെങ്കിലും ഈ ഒരു ഒരു മാറ്റം വരുത്തണമെന്നുള്ളത് നേരത്തെയുള്ള ആവശ്യമാണ്. അത് തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ട് ശ്രീ ബാലസുബ്രഹ്മണ്യം, ഇതിനകത്ത് ബിസിനസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ, സാലറീഡ് ക്ലാസ്സിന് ഒന്നുമില്ല എന്ന് തോന്നലുണ്ടോ? ആക്ച്വലി വേറൊരു കാര്യം, സാലറീഡ് ക്ലാസ്സിന് ഇപ്പൊ ഈ 120 ഡേയ്സ് വലിയൊരു പ്രശ്നമാണ്. എന്താന്ന് പറഞ്ഞാൽ അവിടെ പോയി കുടുങ്ങിയിട്ട് ചില ആൾക്കാർക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവരുടെ ബട്ട് വൺ തിങ് ഐ മസ്റ്റ് ക്ലാരിഫൈ വൺ തിങ്. ഇപ്പൊ അവരുടെ സ്റ്റാറ്റസ് ഇപ്പൊ ഞാൻ ഈ 120 ഡേയ്സിനെ കുറിച്ചിട്ട് ഐ വിൽ ജസ്റ്റ് മെൻഷൻ ടു യു വാട്ട് ആർ ദി ഇൻകംസ് ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ടാക്സബിൾ വിത്തിൻ ദ 15 lakhs. അപ്പൊ റെസിഡൻസിനെ കുറിച്ചാണല്ലോ. ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് ഇൻകം വിച്ച് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം ഫ്രം ബിസിനസ് കൺട്രോൾ ഇൻ എ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ, capital gains arising out of property situated in India, capital gains on transfer of shares in India, rental income in India. The contrary is correct. So therefore, the income is accrued outside India. So therefore, adine എന്താ പറയുക അത്ര ഇതില്ലാന്ന് വരും. ബട്ട് ഇറ്റ് ഈസ് എ ഡിബേറ്റബിൾ ഇഷ്യൂ. ഇപ്പൊ വേറൊരു കാര്യം ഞാൻ പറയേണ്ടത്, ഈവൻ സാലറീഡ് എംപ്ലോയീസ് ആയെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ എന്താ പറയണ മറ്റേ അഫ്കോഴ്സ് 75 years റിട്ടേൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. വേറൊരു കാര്യം, വാട്ട് ഈസ് ഗുഡ് ഇൻ ദിസ് ബഡ്ജറ്റ് ഈസ് ഫേസ്ലെസ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഇപ്പോ മുമ്പ് the number of years where they could open a tax case was 6 years. No, the time limit, they could open it anytime till 6 years. ഇപ്പൊ അത് റെഡ്യൂസ് ചെയ്തിട്ട് 3 years ലിമിറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ there is this commission for dispute resolution that is also faceless. And എന്താ പറയണ, if the tax evasion is less than 50 lakhs, then they cannot reopen that tax case. And even for this, if a tax case has to be opened, then the Commissioner of Income Tax has to personally approve such an act. This maybe also could impact an NRI, because നമുക്കിപ്പോ എന്താ പറയുക ഇൻകം ടാക്സ് മോസ്റ്റ്ലി എന്താ പറയുക സ്മൂത്ത് ആയി പോകുന്നുണ്ട്. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്, ഇറ്റ് ഈസ് ഡിജിറ്റൽ. നിങ്ങൾക്ക് അവിടെ പോയി ഇരിക്കേണ്ട, നിങ്ങളുടെ റീഫണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്താ പറയുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നുണ്ട്. സോ മോർ ആൻഡ് മോർ ഡിജിറ്റൈസേഷൻ ഈസ് ഹാപ്പനിങ്.
അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് ശരി, ഞാൻ ദയവായി തുടരുക. കരുതുന്നു. ശ്രീ Even for അബ്ദുൾ NRIs. റൌഫ് കൊണ്ടോട്ടി, ഈ പ്രവാസി സമാശ്വാസ പദ്ധതി, പെൻഷൻ തുക 3500, ഇനി നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് 3000, ഇതൊക്കെയായിരുന്നു സംസ്ഥാന ബജറ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ കേന്ദ്ര ബജറ്റ് വി മീൻസ് ബിസിനസ് എന്ന നിലയിൽ നമ്മൾ 5 ട്രില്യൺ എക്കണോമിയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ ബിസിനസ് സംരംഭകരെ കൂടുതലായി കൊണ്ടുവരാം എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന മാത്രമേ ഉള്ളൂ. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്കണോമി വളർത്തുക എന്നുള്ളതാണ്. നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ -7.7-ൽ നിന്ന് നമ്മൾ 11% എന്ന ഡബിൾ ഡിജിറ്റ് എക്കണോമിയിലേക്ക് പോകാൻ പോവുകയാണ്. മാത്രമല്ല ഒരു വി ഷേപ്പ് എക്കണോമി എന്ന് പറയുന്നത് ലോകത്ത് അതിവേഗതയിൽ വളരുന്ന എക്കണോമി എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇത്രയും വലിയൊരു വി ഷേപ്പ് ലോക ചരിത്രം ഒരിക്കലും കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കച്ചവടം മാത്രമാണ് അല്ലെങ്കിൽ ബിസിനസ് മാത്രമാണ്, സാധാരണക്കാരൻ്റെ സർവൈവലൊക്കെ ബാങ്ക് ലോണും മറ്റുമൊക്കെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ ആകെ വായിച്ചെടുക്കേണ്ടത്. ഇവിടെ NRIസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, NRIs ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു വശം തന്നെയാണ്. ആ വശത്തിൽ ഇപ്പോൾ നാട്ടിലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളും നമുക്ക് ഉണ്ടാക്കാവുന്നത്. ഞാൻ ഈ കാര്യത്തിൽ കാണുന്നത് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം SME സെക്ടറുകളിൽ, സ്മാൾ ആൻഡ് മീഡിയം സൈസ് സെക്ടറുകളിൽ ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ ഈ ബജറ്റും അതിന്റെ മുമ്പുള്ള ബജറ്റുകളിലും അതിലല്ലാത്ത സമയത്ത് കൊണ്ടുവന്നത്, അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മീഡിയം ക്ലാസ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉപയുക്തമാക്കാവുന്ന ഒരു വലിയൊരു സംഭവമാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടെ NRI ആയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ ഒരു അവബോധമില്ല എന്നുള്ളതാണ് ഒരു വലിയ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. നൈപുണ്യ വികസനമൊക്കെ ഉണ്ട്, നമ്മുടെ പദ്ധതികളിൽ ഒന്നാണ് നൈപുണ്യ വികസനം. നൈപുണ്യ വികസനങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലേക്കൊന്നും വേണ്ടത്ര ഇപ്പൊ തിരിച്ചുപോയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഗവൺമെന്റിന്റെ പല സ്കീമുകളെ കുറിച്ചും ജനങ്ങൾക്ക് തീരെ അവെയർ അല്ലാത്ത ഒരവസ്ഥ കൂടെ ഇതിനോട് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു ബജറ്റിനെ നമ്മൾ മൊത്തമായി അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ കാര്യങ്ങളും, ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോ ഡിസ്ബഴ്സ്മെന്റ് ചെയ്യുന്ന, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളൊക്കെ വിൽക്കുന്ന സമയത്തും സാധാരണക്കാരായിട്ടോ അല്ലെങ്കിൽ മീഡിയം ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അതിലൊക്കെ ഷെയർ വാങ്ങിക്കൊണ്ട് അവർക്ക് ഇന്ത്യയിൽ അവരുടേതായിട്ടുള്ള, അതായത് ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു പദ്ധതികൾക്ക് പുറമെ അല്ലെങ്കിൽ ആ പദ്ധതികളുടെ അഭാവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോഴും പ്രവാസികളായിട്ടുള്ള എത്ര ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചും അവരുടെ ഒരു ഷെയർ മാർക്കറ്റുകൾക്ക് അവരുടെ എൻട്രികളെ കുറിച്ചും ഒക്കെ ഈ കാലത്തും എത്രയോ അജ്ഞാതമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അവബോധം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് എന്നെ പോലെയുള്ള ഇവിടെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ പോലുള്ള ആളുകളൊക്കെ തന്നെ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഞാൻ എന്റെ കാൽക്കുലേഷൻ പ്രകാരം ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏറ്റവും വലിയ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഇപ്പോ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് സെക്ടറുകളെ മാത്രമല്ല കോപ്പറേറ്റീവ് സെക്ടറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നാഷണൽ ലെവലിൽ ആയിട്ട് പ്രവാസികളുടേതായിട്ടുള്ള ഒരു വലിയ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുകയും അതുവഴി എക്സ്പോർട്ട് അടക്കമുള്ള പല കാര്യങ്ങളെ കുറിച്ചും ആലോചിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇത് എന്നാണ് പറയുന്നത്. അത് ഇന്ത്യ ഒരു വലിയ എക്കോണമിയായി പോകുന്ന സമയത്ത് സാധാരണക്കാരനും മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്കും ഹൈ ക്ലാസ്സിലുള്ള ആളുകൾക്കും ഒരുപോലെ എങ്ങനെ ഇതിനെ ഉപയുക്തമാക്കാം എന്നുള്ള കാര്യം കൂടെ നമ്മുടെ പരിഗണനയിൽ പ്രതികരിക്കാമോ? നോക്കൂ, നമുക്ക് എല്ലാവരും MA യൂസഫ് അലി ആകണമെന്നില്ല. ചെറിയ പണമാണെങ്കിൽ തന്നെയും ഒരു വളരുന്ന എക്കണോമി പറഞ്ഞോളൂ. വളരുന്ന ഒരു എക്കോണമി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഒരു മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 15 ഏറ്റവും ചുരുങ്ങിയത് എന്റെ ഒരു അനുഭവം വെച്ചിട്ടും ഒരുപാട് ആളുകളെ ഈ കാര്യത്തിൽ ഉപദേശിക്കുന്നതനുസരിച്ചും ഇന്ത്യയിലെ ഒരു 4000 രൂപയെങ്കിലും അല്ലെങ്കിൽ 5000 രൂപയെങ്കിലും ഒരു 10-15 വർഷം ഒരു നാട്ടിലെ ഒരു മ്യൂച്വൽ ഫണ്ടുകളിൽ സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ അവർക്ക് ആ വളർച്ച വരികയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയി പിന്നെ നാട്ടിൽ ചെറിയ ഒരു ജോലിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംരംഭങ്ങളോ തുടങ്ങി ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് തന്നെ നാട്ടിൽ അവരുടെ ഒരു ഉപജീവന മാർഗം തുറന്നു വരുന്ന ഒരു എക്കോണമി ഇന്ത്യയിലും കേരളത്തിലും എല്ലാ ഭാഗങ്ങളിലും അത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ
അവിടെയൊക്കെ ഉണ്ടാവുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് ഇതൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനോ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ ഗൾഫ് മലയാളിക്ക് പണം എവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്ന് അറിയില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആടുത്തേക്ക് ബാഞ്ചിയം മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവാസികളായിട്ടുള്ള ആളുകൾ കൈക്കൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരൊറ്റ വർഷമാണ് കോഴിക്കോട് മാത്രം നടന്നിട്ടുള്ള ഒരു സ്കാമിൽ NRIകളായിട്ടുള്ള ആളുകൾക്ക് 100 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. അവർ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു കറക്റ്റ് ഡയറക്ഷൻസ് ഞാൻ മീഡിയകളടക്കമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട റിപ്പോർട്ടർ TVയോട് അടക്കം പറയുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യത്തക്ക രൂപത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല പ്രവാസി സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന നിക്ഷേപങ്ങളോ ഒന്നും നമുക്ക് പറ്റിയ പണിയല്ല, വലിയ ബുദ്ധിയുള്ളവർക്ക് മാത്രം പറ്റിയതാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ഉണ്ടോ? അല്ല, അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ ബോധവാന്മാരായിട്ട് എനിക്ക് എന്റെ ഒരൊറ്റ എക്സ്പീരിയൻസ് പറയാം. ഇവിടെ കടല വ്യാപാരം നടത്തുക, കടല വിറ്റ് ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, സർ ഐ ആം സോ ഹാപ്പി, ഐ ക്യാൻ ഗോ ബാക്ക്, നോ പ്രോബ്ലം. എത്രത്തോളം സമയം ഇവിടെ നിൽക്കുന്നു, ഇനി വാട്ട് എവർ ഐ എം ഗെറ്റിംഗ് ദിറ്റ്സ് ആൾ ഫോർ ബോണസ് ഫോർ മീ എന്ന് പറഞ്ഞുള്ള സന്തോഷവാനായിട്ടുള്ള ഒരാള് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ ജോലിക്കാർ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതേസമയം എഡ്യൂക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ബാക്കോട്ട് പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു വീട് അല്ലെങ്കിൽ കുറച്ച് സ്വർണം അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ എന്നുള്ളതിൽ നിന്ന് തന്നെ ഇപ്പോഴും ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യൻ എക്കോണമി എത്രയോ ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരു കാര്യം, ഒരു തിരിച്ചറിവ് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള പ്രവാസികൾക്ക് ഉണ്ടാകണം എന്നാണ് വളരെ പ്രസക്തമായ പോയിന്റ്. വളരെ നന്ദി. മനു പാലരിച്ചാൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദുബായ്, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എഡിറ്റോറിയൽ ഡയറക്ടർ ഖലീജ് ടൈംസ്, ബാലസുബ്രഹ്മണ്യം ബഹ്റൈനിൽ നിന്ന് പങ്കുചേരുന്നു. വളരെ നന്ദി എല്ലാവർക്കും ഈ വിഷയത്തിൽ സഹകരിച്ചതിന്. കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്ക് ആശ്വാസമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. 1% കമ്പനിയാണ് ഏറ്റവും മികച്ച നേട്ടമായി പ്രവാസികൾ വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ ബജറ്റിൽ കുറച്ചെങ്കിലും പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് ആഹ്ലാദകരമാണ് എന്ന വിലയിരുത്തലും ഈ ചർച്ചയിലുണ്ടായി. NRIകളുടെ ഫോറിൻ റിട്ടയർമെൻറ്റ് ഫണ്ടുകളിൽ ഇരട്ട നികുതി ഒഴിവാക്കിയത് ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നതല്ലെങ്കിൽ പോലും അതിൻ്റെ ബെനിഫിറ്റ് ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാകാനിടയുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി എന്നത് സന്തോഷകരമായ കാര്യമാണെന്ന് ഡോക്ടർ അസാദ് മൂപ്പൻ. 2,24,000 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. 2,24,000 കോടി രൂപയോളമാണ് ഈ ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അത് ഏകദേശം 137% കഴിഞ്ഞ തവണത്തെ ബജറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ കൂടിയിട്ടുള്ളത്. ഇത് പല മേഖലകളിലും ഇത് കൊണ്ടുള്ള മെച്ചം, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും അതേപോലെയുള്ള പല മേഖലകളിലും ഇതുകൊണ്ടുള്ള മെച്ചമുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോവിഡ് വാക്സിനേഷന് വേണ്ടി 30,000 കോടി രൂപ ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മഹാമാരിയെ നേരിടുവാൻ നമുക്ക് പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. റെഡ് സിഗ്നൽ അശ്രദ്ധമായി മറികടക്കുന്നവർക്ക് 50,000 ദിർഹത്തിന് മീതെ പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 6 മാസം വരെ പാസ്പോർട്ട് പിടിച്ചുവെക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റെഡ് സിഗ്നൽ മറികടക്കുന്നവർക്ക് ഉടനടി 1000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റും ലഭിക്കും. 30 ദിവസത്തേക്കാണ് വാഹനം പിടിച്ചെടുക്കുക. 50,000 ദിർഹം അടച്ചാൽ മാത്രമേ വാഹനം തിരിച്ചെടുക്കാൻ കഴിയൂ. പിഴ അടക്കാത്ത വാഹനം ലേലത്തിന് വെക്കുന്നതായിരിക്കുമെന്നും അബുദാബി പോലീസ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ പുതിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ അവസാനിക്കുന്നു. നമസ്കാരം.